സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുമ്പോൾ പൊതുസമൂഹം തുറച്ചു നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, ടൂ വീലറിൽ പോകുന്നവരായാലും കാറിൽ പോകുന്നവരായാലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ പോകുന്നവരായാലും ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ പല പുരുഷന്മാരും അവരുടെ സ്ത്രീകളെ വിളിച്ച് എന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു വസ്തുതയാണ്. 2014 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടും ഇന്നും ട്രാൻസ്ജെൻഡർ ഏതാണ് സിസ്ജെൻഡർ ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു സംവിധാനം ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സ്വയം ബോധവാന്മാരാകുന്നതിന് പകരം അവർ അറിവില്ലാത്തവരെ പോലെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാനിനി ഉദാഹരണം പറയാൻ ഉദ്ദേശിക്കുന്നത് ഹെൽമെറ്റിൻ്റെ കാര്യമാണ്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഹെൽമെറ്റ് വേണം എന്നുള്ള ഓർഡർ വന്നതോടുകൂടി തന്നെ എല്ലാവർക്കും ഹെൽമെറ്റിനെ കുറിച്ച് ബോധമുണ്ടായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ അവഹേളിക്കുമ്പോഴോ അവരെ അധിക്ഷേപിക്കുമ്പോഴോ ഇന്നും ഒരു വിഭാഗം മുന്നിട്ട് നിൽക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് കേരളത്തിലാണ് ഞാനത് കണ്ടുവരുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിനൊക്കെ നമുക്ക് അതാത് സമയങ്ങളിൽ പോലീസിനെ വിളിക്കാനോ പോലീസിൻ്റെ അകമ്പടി വിളിക്കാനോ നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. സ്വയം ഇവർ മനസ്സിലാക്കിയിട്ട് പോലും ട്രാൻസ്ജെൻഡേഴ്സിനെ ഹറാസ് ചെയ്യുന്ന ഒരു ജനതയാണ് ഇന്നും നമുക്ക് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, തൃശ്ശൂർ പോലെയുള്ള ജില്ലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വളരെ ദുഃഖത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്. ഇന്നും ബോധവാന്മാരാവാഞ്ഞിട്ടല്ല, ഏതെല്ലാം ചാനലുകൾ വഴിയും അതുപോലെ തന്നെ യൂട്യൂബ് വഴിയായാലും മറ്റു ചാനലുകൾ വഴി ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ വഴി ഇതെല്ലാം വാർത്തകൾ വന്നിട്ടും നിരന്തരം വാർത്തകൾ ഉണ്ടായിട്ടും എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് ഇന്നും മനസ്സിലാക്കാത്തവർക്ക്, കേവലം ഒരു സർജറി ചെയ്ത് ചുരിദാറിട്ട് ലിപ്സ്റ്റിക് ഇട്ട് പെൻകേക്കൊക്കെ അടിച്ച് നടക്കുന്നവർ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സ്. സാധാരണ പാൻറ്റോ ടീഷർട്ടോ ഒക്കെ ധരിച്ച് നടക്കുന്നവരുമുണ്ട്, സാധാരണ വേഷം ധരിച്ച് നടക്കുന്നവരുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ കണ്ടാണ് പലരുടെയും അക്രമകരമായ സ്വഭാവം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ നേരെ എടുക്കുന്നത്. എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് യഥാസമയം ഇടപെടുകയും ശക്തമായ ഒരു ശിക്ഷ കൊടുക്കുന്ന സംവിധാനം വന്നാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു രക്ഷ കിട്ടുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം വളരെ ദുരിതപൂർണമായിരിക്കും കേരളത്തിലെ ജീവിതം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. വളരെ ദുഃഖത്തോടു കൂടി പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.